അനന്തകൃഷ്ണൻ എന്ന ഒരു ഓഫർ തട്ടിപ്പുകാരനെ മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫണ്ടറുണ്ട്. അനന്തകൃഷ്ണൻ എന്ന പൊളിറ്റിക്കൽ ഫണ്ടർ ആർക്കൊക്കെ പണം കൈമാറി എന്നതിൻ്റെ സൂചനകളും പുറത്തു വരികയാണ്, വ്യക്തമായിട്ടില്ലെങ്കിൽ കൂടി. അനന്തകൃഷ്ണൻ്റെ മൊഴികളിൽ നിന്ന് പോലീസ് നമുക്ക് നൽകുന്ന സൂചന പ്രകാരവും നേരത്തെ ലാലി വിൻസെന്റ് നമ്മളോട് സംബന്ധിച്ച പ്രകാരവും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിലവിൽ അനന്തകൃഷ്ണൻ ഫണ്ട് ചെയ്തിരിക്കുന്നത് ഇവർക്കൊക്കെയാണ്. അനന്തകൃഷ്ണൻ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കും നേതാക്കൾക്കും പണം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇന്നും നമ്മളോട് പ്രതികരണത്തിൽ പറഞ്ഞത്. മൊഴികളിലും അതുണ്ട്. ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളാണ്, ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികളാണ് എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലാണ് പുറത്തു വരേണ്ടത്. എന്തായാലും 3 പാർട്ടികളിലും പെട്ട നേതാക്കൾക്ക് അനന്തകൃഷ്ണൻ പണം നൽകിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ലാലി വിൻസെന്റ് നമ്മളോട് തുറന്നു സംബന്ധിച്ചത് 40 ലക്ഷം താൻ വക്കീൽ ഫീസായിട്ട് 2 വർഷം കൊണ്ട് വാങ്ങി എന്നാണ്. 46 ലക്ഷം കൈപ്പറ്റി എന്നാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയായിട്ട് അറിയുന്നു. രേഖാമൂലം ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രം ലാലി വിൻസെന്റ് 46 ലക്ഷം രൂപ അഭിഭാഷക എന്ന നിലയിൽ കൈപ്പറ്റിയത്രേ 2 വർഷങ്ങൾ കൊണ്ട്. ഒരു വർഷം 23 ലക്ഷം രൂപയാണ് ലാലി വിൻസെന്റ് അങ്ങനെയാണെങ്കിൽ വക്കീൽ ഫീസിനത്തിൽ കൈപ്പറ്റിയത് എന്ന് സാരം. CPM-ന് 25 ലക്ഷം, CPM-ലെ ഒരു പ്രമുഖനായ നേതാവിന് ഇടുക്കി ജില്ലയിൽ 25 ലക്ഷം രൂപ കൊടുത്തു എന്നും അനന്തകൃഷ്ണന്റെ മൊഴിയുള്ളതായി ഇന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ആനന്ദകുമാർ എന്ന ഈ NGO കോൺഫെഡറേഷന്റെ ചെയർമാന് 2 കോടി രൂപ മാസം 10 ലക്ഷം രൂപ വീതമാണ് താൻ കൊടുത്തത് എന്നാണ് അനന്തകൃഷ്ണൻ മൊഴി നൽകിയിരിക്കുന്നത്. ഈ 2 കോടി രൂപ കൈപ്പറ്റിയ വിവരം ഇതുവരെയും ആനന്ദകുമാർ സ്ഥിരീകരിച്ചിട്ടില്ല. മാത്രവുമല്ല, അനന്തകൃഷ്ണനെ പരിചയപ്പെടുന്നതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ വൈരുദ്ധ്യങ്ങളുള്ളതാണ്. അനന്തകുമാറിന്റെ സാന്നിധ്യത്തിലാണ് അനന്തകൃഷ്ണൻ പ്രധാനമന്ത്രിയെ കാണുന്നതും ഷാളിടുന്നതും. കോൺഗ്രസ് നേതാവ് ഇടുക്കിയിൽ ജില്ലയിൽ തന്നെയുള്ള ഒരു കോൺഗ്രസ് നേതാവിന് 40 ലക്ഷം രൂപ താൻ നൽകി എന്നാണ് അനന്തകൃഷ്ണൻ പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത്. നാളെ ഈ ഏത് നേതാവിനാണ് പണം കൊടുത്തിരിക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിന് 7 ലക്ഷം രൂപ കൊടുത്തുവെന്ന് ലാലി വിൻസെന്റ് ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അനന്തകൃഷ്ണന് ബന്ധമുണ്ടെന്നും ലാലി വിൻസെന്റ് ആരോപിക്കുന്നു. തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കായി ഇലക്ഷൻ ഫണ്ട് എന്ന രീതിയിൽ അനന്തകൃഷ്ണൻ പണം നൽകിയിരുന്നതായും മൊഴികളിൽ പറയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ അനന്തകൃഷ്ണന്റെ തട്ടിപ്പിന് മാത്രമല്ല, അനന്തകൃഷ്ണന്റെ ഫണ്ടിങ്ങിൽ കൂടി ചില പാർട്ടികളും ചില നേതാക്കളും ഉൾപ്പെടുന്നുണ്ടെന്ന് വ്യക്തം. പകുതിവില തട്ടിപ്പിൽ ജസ്റ്റിസ് CN രാമചന്ദ്രനെതിരെ കേസെടുത്ത് പോലീസ് എന്ന വാർത്തയും ഇന്നത്തെ വാർത്താപ്പകലിൽ പുറത്തു വന്നു. മുൻപത്തെ ജുഡീഷ്യൽ കമ്മീഷൻ തലപ്പത്തിരുന്ന അതേ രാമചന്ദ്രൻ നായർ മലപ്പുറത്തെ സന്നദ്ധ സംഘടന നൽകിയ പരാതിയിലാണ് വഞ്ചനാ കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയുള്ള FIR ഇട്ടിരിക്കുന്നത്. KN അനന്തകുമാറും അനന്തകൃഷ്ണനും പ്രതികളായ കേസിൽ 3ാം പ്രതിയാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ. പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. എന്നാൽ കേസെടുക്കും മുമ്പ് പരാതി പോലീസ് പരിശോധിച്ചില്ലെന്നും താൻ NGO കോൺഫെഡറേഷന്റെ രക്ഷാധികാരി ആയിരുന്നില്ലെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കിട്ടിയ പരാതി അനുസരിച്ച് FIR-ൽ പേരിട്ടതാണ്. മലപ്പുറത്ത് അങ്ങാടിപ്പുറത്തെ ഒരു സംഘടന കൊടുത്ത കേസിനകത്ത് പരാതിക്കകത്ത് ഞാൻ നാഷണൽ NGO ഫെഡറേഷൻ്റെ രക്ഷാധികാരിയാണെന്ന് എഴുതി കൊടുത്തു. പോലീസുകാർ വെരിഫൈ ചെയ്യാതെ എന്നെ പ്രതിസ്ഥാനത്ത് ചേർത്തു. ഞാൻ രക്ഷാധികാരി ഒരിക്കലും ആയിരുന്നിട്ടില്ല. എനിക്ക് ആനന്ദകൃഷ്ണനെ പരിചയമില്ല, ഞാൻ ആനന്ദകുമാറിനെ മാത്രമേ അറിയാവുള്ളൂ. അദ്ദേഹമാണ് എൻ്റെ പേര് വെച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അനുവാദം കൊടുത്തു. പല പൊതുയോഗത്തിന് ഞാൻ പങ്കെടുത്തത് എന്നെ അഡ്വൈസറായിട്ട് കുറച്ചു കാലം വച്ചിരുന്നു. കഴിഞ്ഞ ജൂണിൽ ഇവർ പണം പിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ അതിൽ നിന്ന് പിരിഞ്ഞു. അനന്തകുമാറിനെ വിളിച്ച് പറഞ്ഞു, ഈ പണം പിരിക്കണത് ശരിയല്ല, പിരിച്ച പണം തിരിച്ചു കൊടുക്കണം, ഞാൻ ഇതിൽ നിന്ന് പിരിയുകയാണെന്ന് പറഞ്ഞു. അന്ന് ഞാൻ അഡ്വൈസറെ ആയിരുന്നിട്ടുള്ളൂ, ഞാൻ ഒരിക്കലും രക്ഷാധികാരി ആയിരുന്നിട്ടില്ല. ഇതാണ് CN രാമചന്ദ്രൻ നായർ നമ്മളോട് പറഞ്ഞത്.